Hi everybody, good morning. Welcome back to the online platform of first degree students. Guys, through the last classes we were discussing here a poem named Old Folks Love written by Maya Angelou. Okay, today I would like to analyze another important poem named The Times They Are a Changing, written by ബോബി ഡിലൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത വിഷയം എന്തായിരുന്നു? ഓൾഡ് ഫോക്സ് ലോഫ് എന്ന് പറയുന്ന ഒരു കവിത, അല്ലേ, വൃദ്ധരായ ജനങ്ങളുടെ ചിരിയെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ നല്ല നന്നായി കേട്ട് മനസ്സിലാക്കിയില്ലേ? ഓക്കെ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറയുന്നത് ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് എന്നുള്ളതാണ് കേട്ടാ. അപ്പോൾ മാറാൻ സമയമായി എന്നർത്ഥം. ഇത് മനോഹരമായൊരു കവിതയാണ്. നമുക്ക് നോക്കാം. ഈ പോം എഴുതിയിരിക്കുന്നത് ബോബ് ഡിലനാണ്. ആരാണ്? ബോബ് ഡിലൻ. കണ്ടോ നിങ്ങൾ ബോബ് ഡിലനെ? ഓക്കെ. അപ്പോൾ നമുക്ക് ആരാണ് ഈ ബോബ് ഡിലൻ എന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണേ. ബോബ് ഡിലൻ, എല്ലാവരുടെ കൂടെ വായിച്ചോളൂ. ഈസ് ആൻ അമേരിക്കൻ സിംഗർ, സോങ് റൈറ്റർ, ഓതർ ആൻഡ് വിഷ്വൽ ആർട്ടിസ്റ്റ്, ഫോക്ക് റോക്ക് സിംഗർ, സ്റ്റേജ് പെർഫോമർ, ഫിലിം ആക്ടർ, പെയിൻറ്റർ, മ്യൂസിക് ഡയറക്ടർ. ഇതൊക്കെയാണ് അദ്ദേഹം. ഓക്കെ. വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ് റൈറ്റേഴ്സ് ഓഫ് ഓൾ ടൈം. എക്കാലത്തെയും ഏറ്റവും മികച്ച ഗാനരചയിതാക്കളിൽ ഒരാളാണ് ആര്? ബോബ് ഡിലൻ. മനസ്സിലായ മക്കളെ? ഡിലൻ ഹാസ് ബീൻ എ മേജർ ഫിഗർ ഇൻ പോപ്പുലർ കൾച്ചർ ഫോർ മോർ ദാൻ 50 years. 50 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു പരിചയം ഈ ഫീൽഡിൽ ആർക്കുണ്ട്? കമോൺ, ബോബ് ഡിലനുണ്ട്. പറഞ്ഞ് മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ. ഇനി എന്നാണ് അദ്ദേഹം ജനിക്കണം നോക്കൂ. ബോബ് ഡിലൻ ബോൺ 24th May 1941. 1941 മെയ് മാസം 24-ാം തീയതിയാണ് അദ്ദേഹം ഭൂജാതനാകുന്നത്. ഇപ്പോഴത്തെ വയസ്സ് 79 yearsആണ്. എവിടെ ജനിക്കുന്നത്? ഡുലൂത്ത്, മിന്നസോട്ട, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലെ മിന്നസോട്ടയിലെ ദുലൂത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇനി അദ്ദേഹത്തിൻ്റെ മൂവീസ് ഏതൊക്കെ നോക്കൂ. ഐ ആം നോട്ട് ദെയർ, റോളിംഗ് തണ്ടർ റിവ്യൂ, എ ബോബ് ഡിലൻ സ്റ്റോറി ബൈ മാർട്ടിൻ സ്കോർസസ്, നോ ഡിറക്ഷൻ ഹോം. ഇനി ഒരുപാടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്പൗസ്, അദ്ദേഹത്തിൻ്റെ തുണ, ഭാര്യ നോക്കൂ, 2 ആളെ കെട്ടിക്കണം. കാരോലിൻ ഡെന്നിസ്, 86 മുതൽ 92 വരെ അവളുണ്ട്. സാറ ഡിലൻ, 65 മുതൽ 77 വരെ കേട്ടോ. അപ്പോൾ ആദ്യം കെട്ടിയത് സാറ ഡിലനെയാണ്, രണ്ടാമത് കല്യാണം കഴിക്കുന്നത് കാരോലിൻ ഡെന്നിസിനെയാണ്. ഓക്കെ, മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് ആര്? നമ്മുടെ ബോബി ഡിലൻ. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക. ബോബി ഡിലൻ എന്ന് പറയുന്ന ഈ മഹാ എഴുത്തുകാരൻ എഴുതിയ ഈ കവിതയുടെ, ഈ പോമിൻ്റെ മറ്റൊന്ന് എൻ്റെ കൂടെ വായിച്ച കമോൺ. കവിതൻ്റെ പേര് വായിക്കൂ. ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. അല്ലേ, മാറാൻ സമയമായിട്ടുണ്ട് എന്നർത്ഥം. അല്ലേ, അവർക്ക് മാറാൻ സമയമായി. എല്ലാത്തിനും ഒരു മാറ്റം ആവശ്യമുള്ളൂ. ഈസ് ദ 3rd സ്റ്റുഡിയോ ആൽബം ബൈ അമേരിക്കൻ സിംഗർ സോങ് റൈറ്റർ ബോബ് ഡിലൻ. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സ്റ്റുഡിയോ ആൽബമാണ്. അതിൻ്റെ ഹെഡിങ് ആണ് ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. റിലീസ്ഡ് ഓൺ ജാനുവരി 13, ജനുവരി 13-ാം തീയതിയാണ് ഇത് പബ്ലിഷ് ആകുന്നത്. 64 ബൈ കൊളംബിയ റെക്കോർഡ്സ്. അവിടെ വെച്ചാണ്. മനസ്സിലായോ? ഇതിൻ്റെ ആർട്ടിസ്റ്റ് ബോബി ഡിലനാണ്. റിലീസിംഗ് ഡേറ്റ് 13 ജാനുവരി 64ആണ്. റെക്കോർഡഡ് ഓഗസ്റ്റ് 6, ഒക്ടോബർ 31, 63. മാറരുത്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് 63 ഒക്ടോബർ 31-ാം തീയതിയാണ്. മനസ്സിലായോ? ഓഗസ്റ്റ് 6 എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ ഇത് റിലീസാകുന്നത് എന്നാണ്? 64 ജനുവരി 13-ാം തീയതി. പറഞ്ഞു, രണ്ടും മാറരുത് കേട്ടോ. സ്റ്റുഡിയോ കൊളംബിയ സ്റ്റുഡിയോയാണ്, 1799 7th Avenue, ന്യൂയോർക്ക് സിറ്റി. ജെൻസ്, ഇത് ഏത് ഇനാണ് അറിയോ? ഫോക്ക് മ്യൂസിക്കാണ്. ഫോക്ക് റോക്ക്, കണ്ടംപററി ഫോക്ക് മ്യൂസിക്കാണിത്.
പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ബയോഗ്രഫി. തീർന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് അറിയോ? ബോബി ഡിലൻ. എങ്ങനെ കേട്ടിയതൊക്കെ നോക്കണ്ടേ? എൻ്റെ കൂടെ വായിക്കും നിങ്ങൾ? ഓക്കെ, ശ്രദ്ധിക്കണേ. കമോൺ, വായിക്കട്ടോ, ശ്രദ്ധിക്കുക. ബോബ് ഡിലൻ 1941 അല്ലേ, 41 ജനിച്ചത്. ഈസ് എ ഫോക്ക് റോക്ക് സിംഗർ, സ്റ്റേജ് പെർഫോമർ, സോങ് റൈറ്റർ, ഫിലിം ആക്ടർ, പെയിൻറ്റർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ. അറിയാമല്ലോ. ഹു ബിക്കെയിം ദ ഫസ്റ്റ് സോങ് ലിറിസിസ്റ്റ് to win the prestigious Nobel Prize for Literature in 2016. അല്ല, 4 വർഷമായിട്ടുള്ള 2016 അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഏറ്റവും നല്ല ലിറിസിസ്റ്റ്, നന്നായി കവിത രചിക്കുന്ന ആൾ എന്ന നിലയിൽ പ്രസ്റ്റീജിയസ് നൊബേൽ പ്രൈസ് ലഭിച്ചു സാഹിത്യത്തിനുള്ള. മനസ്സിലായല്ലോ അല്ലേ? ഇതെന്തായിരുന്നു അറിയോ? ഫോർ ഹാവിങ് ക്രിയേറ്റഡ് ന്യൂ പോയറ്റിക് എക്സ്പ്രഷൻസ്. ഇതൊരു പുതിയ പോയറ്റിക് എക്സ്പ്രഷൻ ആയിരുന്നു വിതിൻ ദ ഗ്രേറ്റ് അമേരിക്കൻ സോങ് ട്രഡീഷൻ. അതുവരെ അമേരിക്കയിൽ നിലനിന്നിരുന്ന ട്രഡീഷൻ ഉണ്ടായിരുന്നു, പാരമ്പര്യമുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കണം കവിത, പാട്ട് എന്നൊക്കെ. അതിനൊക്കെ എന്താ പറയുക, ചേഞ്ച് വരുത്തിക്കൊണ്ട്, മാറ്റം വരുത്തിക്കൊണ്ട് പുതിയൊരു മോഡൽ പരീക്ഷിക്കുകയായിരുന്നു കവിതയിൽ അദ്ദേഹം, ഗാനത്തിൽ. അതിനായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു സോങ്ങിന് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ ആണല്ലോ? ക്ലിയർ. നെക്സ്റ്റ് വായിക്കാം നമുക്ക് കേട്ടോ, എൻ്റെ കൂടെ വായിക്കണേ. ഹി വാസ് ബോൺ റോബർട്ട് അലൻ സിമ്മർമാൻ. അപ്പോൾ ഒറിജിനൽ പേരെന്താ? ഒറിജിനൽ പേര് വായിക്കൂ. ജനിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഇട്ട പേരെന്താണ്? റോബർട്ട് അലൻ സിമ്മർമാൻ എന്നായിരുന്നു. മറക്കരുത്. ഓൺ മെയ് 24, 1941 ഇൻ ദുലൂത്ത്, മിന്നസോട്ട. നേരത്തെ പറഞ്ഞു. ടു പാരൻസ് എബ്രാം ആൻഡ് ബീട്രൈസ് സിമ്മർമാൻ. എബ്രാമിൻ്റെയും ബീട്രൈസ് സിമ്മർമാനിൻ്റെയും മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? റോബർട്ട് അലൻ സിമ്മർമാൻ. മനസ്സിലായോ? ഇൻ എ ജൂയിഷ് ഫാമിലി, അതും ഒരു ജൂതമതത്തിൽ. ആൾ ജൂതനാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അദ്ദേഹം എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് വരുന്നത് നോക്കാം, ഈ പാട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് നോക്കാം കേട്ടോ, ശ്രദ്ധിക്കണേ. ഡ്യൂറിങ് ഹിസ് ഡേയ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ട ഇൻ മിന്നിപ്പോളിസ്. മിന്നിപ്പോളിസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിലെ മിന്നസോട്ടയിലെ യൂണിവേഴ്സിറ്റിയിൽ ഹി ബിഗാൻ പെർഫോമിങ് ഫോക്ക് ആൻഡ് കൺട്രി സോങ്സ്. നാടൻ പാട്ടുകളും പിന്നെ ആ നാട്ടിലെ കൺട്രി സോങ്സുകളൊക്കെ പാടാൻ ആരംഭിച്ചു. അറ്റ് ലോക്കൽ കഫേസ്, ചില കഫലുകൾ, നാട്ടിലെ കഫകളിൽ പോയി. ടേക്കിംഗ് ദ നെയിം ബോബ് ഡില്ലൻ. അങ്ങനെ ആ കഫകളിൽ പോയി പാടുമ്പോൾ, നമ്മൾ ബാറിലൊക്കെ പാടാറില്ലേ, അതേമാതിരി കഫകളിൽ പോയി പാടുമ്പോൾ അവിടുന്ന് അദ്ദേഹം ഒരു പേര് സ്വീകരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ബോബ് ഡില്ലൻ എന്നായത്. മനസ്സിലായോ? ആദ്യത്തെ പേരെന്താണ്? അച്ഛനമ്മപ്പെട്ട പേര് റോബർട്ട് അലൻ സിമ്മർമാൻ. പിന്നീട് അദ്ദേഹത്തിന് ബോബ് ഡിലൻ എന്ന പേര് കിട്ടിയത് എവിടുന്നാ? ഈ കഫകളിലൊക്കെ പാടിയ സമയത്ത്. ഓക്കെ. വിച്ച് ബിക്കെയിം ബോബ് ഡിലാൻ ഇൻ എ ഷോർട്ട് ടൈം. കുറച്ച് കാലം കൊണ്ട് ബോബ് ഡില്ലൻ എന്തായി മാറി? ബോബ് ഡിലാനായി മാറി. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തു, സ്വാധീനം ചെലുത്തി ആരെ? എൻ്റെ കൂടെ വായിക്കണേ, ശ്രദ്ധിക്കാം. ഹിസ് പോയട്രി വാസ് ഓൺ ദാറ്റ് വാസ് ഇനീഷ്യലി ഇൻഫ്ലുവൻസ്ഡ്. അല്ല, തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇൻഫ്ലുവൻസ് ചെയ്തു, സ്വാധീനം ചെലുത്തി ബൈ എൽവിസ് പേഴ്സ്ലി. സെക്കൻഡ്, ജെറി ലീ ലൂയിസ്. തേർഡ്, ആൻഡ് വൂഡി ഗൂത്രി. ഈ 3 ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ കവിതയോട് വല്ലാത്ത സ്നേഹവും ഇഷ്ടവും ഒക്കെ ആയിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ നോട്ടബിളായ വർക്ക്സുകൾ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. എൻ്റെ കൂടെ ശ്രദ്ധിച്ച് വായിക്കണേ, പ്രധാനപ്പെട്ട നോട്ടബിൾ വർക്ക്സ്. ഒന്ന്, ബ്ലോയിങ് ഇൻ ദ വിൻഡ്. സെക്കൻഡ്, എ ഹാർഡ് റെയിൻസ് എ ഗonna fall. തേർഡ് വൺ, ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. പഠിക്കാൻ പോണ പാട്ട്. ഫോർത്ത് വൺ, ഹൈവേ 61 റീവിസിറ്റഡ്. ഫിഫ്ത്ത്, ലൈക്ക് എ റോളിംഗ് സ്റ്റോൺ. ആൻഡ് സിക്സ്ത്, പ്ലാനറ്റ് റേവ്സ് etc. ഇനിയുണ്ട് കേട്ടോ, നിർത്താം, അത്ര പറഞ്ഞ് നിർത്തുക. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നോട്ടബിളായ വർക്ക്സുകളാണ്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഉണ്ടില്ലേ? ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് ഏറ്റവും നല്ല ലിറിസിസ്റ്റ് അല്ലേ, ഏറ്റവും നല്ല കവിത എഴുതുന്ന വരിക്കുള്ള അവാർഡ് കിട്ടിയത് പറഞ്ഞു. ഇത് നൊബേൽ പ്രൈസ്. ലോകത്തെ ഏറ്റവും വലിയ സമ്മാനമാണ്, ലിറ്ററേച്ചറിനൊക്കെ കൊടുക്കുന്ന സമ്മാനമാണെന്ത്? നൊബേൽ പ്രൈസ്. എല്ലാത്തിനും കൊടുക്കും കേട്ടോ. അത് കിട്ടിയതിന് പുറമെ, ഇൻ അഡീഷൻ ടു ദ വിന്നിംഗ് ഓഫ് ദ നൊബേൽ പ്രൈസ് ലഭിച്ചതിന് പുറമെ, ഡിലൻ ഓൾസോ വൺ ഗ്രാമി അവാർഡ്, അക്കാഡമി അവാർഡ്, ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ്സ് ആൻഡ് ദ പ്രസ്റ്റീജിയസ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഇൻ 2012. ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് അവാർഡ്? ഗ്രാമി അവാർഡ്, അക്കാഡമി അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ്, പിന്നെ
ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻഷ്യൽ മെഡൽ എന്തിന് ഫ്രീഡം ഇത് ലഭിച്ചു 2012. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ ആരോടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് നോക്കാം കേട്ടോ. ലോക്കൽ കവി എന്നല്ല അദ്ദേഹം, മഹാകവിയാണ്. ശ്രദ്ധിക്കാം. ബോബ് ഡിലൻസ് ലിറിക്സ്, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ വരികൾ ആർ സോ ലിറ്റററി, വളരെ സാഹിത്യം കൊണ്ട് പൊതിഞ്ഞതാണ് കേട്ടോ. ദാറ്റ് ഹീസ് ഓഫൺ കമ്പയർഡ് ടു ഗ്രേറ്റ് പോയറ്റ്സ് ലൈക്ക് ഷേക്സ്പിയറിനെ പോലെയുള്ള വില്യം ബ്ലെയ്ക്കിനെ പോലെയുള്ള റിംബാർഡ് ആൻഡ് വിറ്റ്മാൻ, ഇവരൊക്കെ മഹാ എഴുത്തുകാരാണ്. ഇവരെ പോലെയുള്ള ആളുകളോടാണ് അദ്ദേഹത്തിൻ്റെ ലിറിക്സിനെ താരതമ്യം ചെയ്യുന്നത്. അയാൾ അത്രയും ഇയാൾ ഉഷാറാന്നർത്ഥം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു തീം എന്താ നോക്കാം. ദ ജനറൽ തീം ഓഫ് ഡിലൻസ് പോയട്രി, ഡിലൻ്റെ കവിതകളിലെ പൊതുവെയുള്ളൊരു തീം എന്ന് പറയുന്നത് ഈസ് വാട്ട് ഹാപ്പൻസ് എറൗണ്ട് അസ് അറ്റ് പ്രസൻറ്റ്. നമ്മുടെ പ്രസൻറ്റിൽ ചുറ്റുപാടും എന്താണോ സംഭവിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു അത് അദ്ദേഹം ഒരു കവിതയായിട്ട് അങ്ങോട്ട് എഴുതുകയാണ്. ഓക്കെ, എന്ത് നോക്കാറില്ല? റാദർ ദാൻ ദ എറ്റേണൽ ഫിലോസഫിക്കൽ മ്യൂസിങ്സ്, എറ്റേണലായ അനന്തമായ ഫിലോസഫിക്കൽ മ്യൂസിങ്സിനെ കുറിച്ച്, ചിന്താധാരയെക്കുറിച്ചൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ പ്രസൻറ്റിൽ എന്ത് സംഭവിക്കുന്നു, വാട്ട് ഹാപ്പനിങ് എറൗണ്ട് അസ്, നമ്മുടെ ചുറ്റും എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ആ സ്പോട്ടിൽ അങ്ങോട്ട് എഴുതലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന എഴുത്തെന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ ഫിലോസഫി ഒന്നും നോക്കാറില്ല അദ്ദേഹം. ഓക്കെ, ഗുഡ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ഒന്ന് വായിക്കൂ. കമോൺ, എല്ലാവരും വായിക്കണേ. അക്കോർഡിംഗ്ലി ഹി സെലിബ്രേറ്റഡ് ദ റിതംസ് ഓഫ് ദ പോപ്പുലർ അമേരിക്കൻ കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റ്. കണ്ടോ? അദ്ദേഹത്തിൻ്റെ റിതംസ്, താളം ഓഫ് ദ പോപ്പുലർ അമേരിക്കൻ കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സെലിബ്രേറ്റ് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. ഹിസ് സോങ്സ് വെയർ ബേസിക്കലി ദോസ് ഓഫ് പ്രൊട്ടസ്റ്റ്. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇതൊക്കെ എന്താണ്? ദോസ് ഓഫ് പ്രൊട്ടസ്റ്റ്, ഒരു തരം പ്രതിഷേധമാണ്. വെറുതെ അങ്ങനെ എഴുതല്ല, നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കും അരാജകത്വങ്ങൾക്കും എതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് എഴുതുന്ന മനുഷ്യനാണ്. മനസ്സിലായി പറഞ്ഞത്? ഓക്കെ. റിട്ടൺ ഫോർ ദ ഓർഡിനറി പീപ്പിൾ, ആർക്ക് വേണ്ടി എഴുതുന്നുണ്ട്? സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എഴുതും. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത ആർക്കും, ആരാണോ അരാജകത്വത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്നത് അവർക്ക് വേണ്ടി എഴുതുന്ന ആളാണ് ഇദ്ദേഹം കേട്ടോ. എക്സ്പ്രസിങ് ഡിസെൻറ്റ് ഓഫ് റേസിസം, വർഗീയത, റേസിസം അതിൽ പ്രതിഫലിക്കും. ദാറ്റ് മീൻസ് ആരാണോ വർഗത്തിൻ്റെ പേരിൽ ആളെ മാറ്റി നിർത്തുന്നത്, കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് ആരെങ്കിലും മാറ്റി നിർത്തിയോ അവർക്കെതിരെ പ്രതിഷേധത്തിൻ്റെ ചാട്ടുളി ആര് തീർക്കും? കമോൺ, നമ്മളെ എഴുത്തുകാരൻ. അതാണ് റാസിസത്തിനെ കുറിച്ച് അദ്ദേഹം. ബൂർഷോസീസ് വേസ് ഓഫ് ലൈഫ്, കണ്ടാ, മുതലാളിത്ത വർഗ വിഭാഗങ്ങൾക്കെതിരെയും അദ്ദേഹം എഴുതും. നെഗേഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ടു ഓൾ ആൻഡ് വോമങ്കറിങ്, കേട്ടാ, ശ്രദ്ധിക്കുക. അപ്പോൾ സിവിൽ റൈറ്റ്സിൻ്റെ നെഗേറ്റ് ചെയ്യുക ആഭ്യന്തര യുദ്ധങ്ങളിൽ, അതോടൊപ്പം തന്നെ എല്ലാവിധ വാമങ്കറിങ് മീൻസ് യുദ്ധത്തോട് അഭിനിവേശമുള്ള യുദ്ധക്കൊതിയന്മാർ, അവർക്കെതിരെയൊക്കെയുള്ള, പ്രത്യേകിച്ചും ബ്ലാക്ക് ആളുകൾക്ക് കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെയാണ് ആരെഴുതുക? അമേരിക്കയിൽ ബ്ലാക്കിനോട് കാണിക്കുന്ന ഒരു തരം ഡിസ്ക്രിമിനേഷൻ, ഒരു തരം വിവേചനമുണ്ടല്ലോ, ആ വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പടപൊരുതുന്ന ആളാണ് ആര്? കമാൺ, ബോബ് ഡിലൻ. ഓക്കെ അല്ലേ? ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്താണ്? ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് എന്നല്ലേ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ വായിക്കണേ. കമോൺ, ഒന്ന് വായിച്ച്. ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് ഈസ് എ ലെജൻഡറി സോങ്. അതൊരു ഇതിഹാസ കാവ്യമാണ്, ലെജൻഡറി സോങ് ആണ്. ദാറ്റ് കെയിം ഔട്ട് ഇൻ 1963. 63 അത് റെക്കോർഡ് ചെയ്തു, 64 റിലീസ് ചെയ്തു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അക്കോർഡിംഗ് ടു ഡിലൻ, ദിസ് വാസ് ഡെഫിനറ്റ്ലി എ സോങ് വിത്ത് എ പേർപ്പസ്. ഈ പാട്ടിനെക്കുറിച്ച് ഡിലൻ തന്നെ പറയുന്നത് നോക്കൂ. എന്താണ്? ഒരു പാട്ടിനെക്കുറിച്ച് അയാൾ തന്നെ പറയുന്നത് എങ്ങനെയാണ്? ദിസ് വാസ് ഡെഫിനറ്റ്ലി എ സോങ്, ഇത് തീർച്ചയായും ഒരു കവിതയാണ്, ഒരു പാട്ടാണ്. വിത്ത് എ പേർപ്പസ്, ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയുള്ള, വെറുതെ എഴുതിയതല്ല. ഈ പാട്ട് എഴുതാൻ എനിക്കെന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. ഐ വാണ്ടഡ് ടു റൈറ്റ് എ ബിഗ് സോങ്. ഞാൻ വലിയൊരു പാട്ട് എഴുതാനാണ് ആഗ്രഹിച്ചത്. സം കൈൻഡ് ഓഫ് തീം സോങ്, ചില തീം സോങ്ങുകൾ എഴുതാൻ.
ചില ടപ്പാങ്കുത്ത് പാട്ട് ഏതാണ്, വിത്ത് ഷോർട്ട് കോൺസൈസ് വേഴ്സസ് ദാറ്റ് പൈൽഡ് അപ്പ് ഓൺ ഈച്ച് അതർ ഇൻ എ ഹിപ്നോട്ടിക് വേ. എല്ലാവരെയും എന്ത് ചെയ്യുന്ന, ഹിപ്നോട്ടിക് ചെയ്യുന്ന, ദാറ്റ് മീൻസ് എല്ലാവരെയും മനോഹരമായി ഉഷാറാക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് എഴുതണം എന്നതായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷേ അതല്ല എൻ്റെ മനസ്സിൽ തോന്നിയത്. എനിക്ക് തോന്നി ഇതൊരു ലക്ഷ്യമുണ്ടാവണം ഈ പാട്ടിന്. അപ്പം ഞാൻ ഇന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇൻജസ്റ്റിസ്, എന്തിനെതിരെ, കമോൺ, ഇൻജസ്റ്റിസ്, അനീതികൾക്കെതിരെ എൻ്റെ തൂലിക ചലിച്ചു, എൻ്റെ പേന ശബ്ദിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത് മക്കളെ? ഓക്കെ. The civil rights movement and the folk music movement were pretty close and allied together at that time. ആ സമയത്ത് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, അമേരിക്കയിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങളും, ആൻഡ് ദ ഫോക്ക് മ്യൂസിക് മൂവ്മെൻറ്റ്, നാടൻ പാട്ടുകളുടെ ഈ മൂവ്മെൻറ്റും, വെർ പ്രറ്റി ക്ലോസ്, വളരെ അടുത്ത ചങ്ങാതിമാർ രണ്ടും, ആൻഡ് അലീഡ് ടുഗദർ, ഒരുമിച്ച് സംഘടനയായി അറ്റ് ദാറ്റ് ടൈം, ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് രണ്ടും. ഡ്യൂറിങ് ദ ഹിപ്പി മൂവ്മെൻറ്റ്, അങ്ങനെ അവിടെ ഒരു ഹിപ്പി മൂവ്മെൻറ്റ് നടന്നു, ഓർ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ്. ഹിപ്പി മൂവ്മെൻറ്റ് പറഞ്ഞാൽ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ അവിടുത്തെ ടേമാണ് ഹിപ്പി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കലഹം അമേരിക്കയിലുള്ള. ഈ അമേരിക്കയിൽ ഹിപ്പി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഡിലൻ ഗിവ്സ് എ കാൾ. അമേരിക്കയിൽ ആഭ്യന്തരമായി നടക്കുകയാണ്. ആഭ്യന്തര കലഹം എന്ന് പറഞ്ഞാൽ ബ്ലാക്കിനെതിരെയുള്ള ഇൻജസ്റ്റിസ്, കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള അനീതി ഗ്രോ ചെയ്തപ്പോൾ, അത് വളർന്നപ്പോൾ അത് സഹിക്കവയ്യാതെ ബോബ് ഡിലൻ എഴുതിയ കവിതയാണ്. ഇങ്ങനെ അമേരിക്കയിൽ സിവിൽ റൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഡിലൻ ഗിവ്സ് എ കോൾ ടു പീപ്പിൾ. അദ്ദേഹം ജനങ്ങളെ വിളിച്ചു കൂട്ടുകയാണ്. ടു സ്റ്റാൻഡ് യുണൈറ്റഡ്. മക്കളെ, നിങ്ങൾ എന്തിനാണ് ചിന്നിച്ചിതറുന്നത്? ടു സ്റ്റാൻഡ് യുണൈറ്റഡ്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. എഗെയിൻസ്റ്റ് ഓൾ ഫോംസ് ഓഫ് ഇൻജസ്റ്റിസ്. കണ്ട, എഗെയിൻസ്റ്റ് ഓൾ ഫോംസ് ഓഫ് ഇൻജസ്റ്റിസ്, എല്ലാ തരത്തിലുള്ള അനീതിയും. ഒരു മനുഷ്യന് ഏതൊക്കെ തരത്തിൽ അനീതി ചെയ്യാൻ സാധിക്കും, അത്തരത്തിലൊക്കെ അനീതി ബ്ലാക്കിനോട് ആര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈറ്റ്സ് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ എല്ലാ തരത്തിലുമുള്ള ഓൾ ഫോംസ് ഓഫ് ഇൻജസ്റ്റിസിനെതിരെ ശക്തമായി ഒന്നിച്ചു നിൽക്കാൻ അമേരിക്കയിൽ ജനങ്ങളോട് ആര് ഡിമാൻഡ് ചെയ്യുന്നു? കമോൺ, ബോബ് ഡിലൻ. അതാണ് കവിതയുടെ ആകമൊത്തം ടോട്ടൽ കേട്ടോ. ദ ക്രൈസിസ് ഓഫ് പോവേർട്ടി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ ഫ്രീഡം. പിന്നെന്ത്? ഒന്ന് ഇൻജസ്റ്റിസ്, രണ്ട് ദ ക്രൈസിസ് ഓഫ് പോവേർട്ടി. അമേരിക്കയിൽ അന്ന് നടമാടിയിരുന്ന പോവേർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം, ക്രൈസിസ്. എന്ത് പ്രശ്നം? എന്ത് ക്രൈസിസ്? പോവേർട്ടി, ദാരിദ്ര്യം. അതിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ. ആൻഡ് ഡിസ്ക്രിമിനേഷൻ, വർണ്ണവർഗ വിവേചനങ്ങൾക്കെതിരെ. ഇതിനെതിരെ ഡിസ്ക്രിമിനേഷൻ, തൊലി കറുത്തുപോയി എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന അമേരിക്കയുടെ ആ റേസിസത്തിനെതിരെ ശക്തമായി സ്റ്റാൻഡ് യുണൈറ്റ്, ഒരുമിച്ച് നിൽക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ആൻഡ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ ഫ്രീഡം, മനുഷ്യാവകാശ സ്വാതന്ത്ര്യം, ഹ്യൂമൻ ഫ്രീഡം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം വയലേറ്റ് ചെയ്യുന്നു, ലംഘിക്കപ്പെടുന്നു. ഈ വയലേഷനെതിരെയും മക്കളെ സ്റ്റാൻഡ് യുണൈറ്റഡ്, നിങ്ങൾ ഒരുമിച്ച് സംഘടിക്കുവീൻ, നമുക്ക് നഷ്ടപ്പെടാനുള്ളത് ചങ്ങലകളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഒരു ഇന്ത്യൻ പാട്രിയോട്ടിക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ജനങ്ങളോട് യുണൈറ്റഡ് സ്റ്റാൻഡ്, ഒരുമിച്ച് നിൽക്കാൻ ആവശ്യപ്പെടുന്ന ബോബി ഡിലൻ്റെ വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഇനി പറയും നോക്കൂ, ഫോർ ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. നമ്മുടെ ഈ പ്രസൻറ്റ് കവിതയുണ്ടല്ലോ, ഇത് വിച്ച് ഇസ് എക്കോർഡ്, അത് പ്രതിധ്വനിക്കുന്നു. എക്കോർഡ്, അത് പ്രതിധ്വനിക്കുന്നു ത്രൂ ഔട്ട് ദിസ് ഹോൾ സോങ്. ഈ ഹോൾ സോങ്ങിൽ, ഈ മൊത്തം സോങ്ങിൽ, ദാറ്റ് മീൻസ് ഇതൊരു 4-5 സ്റ്റാൻസയുണ്ട്. ഈ സ്റ്റാൻസയിൽ ഇടയ്ക്കൊക്കെ എക്കോ ചെയ്യും. എന്ത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കും. എന്ത് പ്രതിധ്വനിച്ചു? ഈ കവിതയുടെ ഹെഡിങ്. എന്താ ഹെഡിങ്ങിൻ്റെ പേര്? കമോൺ, ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് എന്ന് പറയുന്നത് മാറാൻ സമയമായി, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊക്കെ പറയുന്ന രീതിയുണ്ടല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ എക്കോ ചെയ്തുകൊണ്ടിരിക്കും ഈ കവിതയിലുടനീളം. മനസ്സിലായല്ലോ? ഈസ് ആൻ ഒപ്റ്റിമിസ്റ്റിക് അഷ്വറൻസ്. എന്തിനങ്ങനെ പറയുന്നത്? ഇതൊരു ശുഭാപ്തി വിശ്വാസമാണ്. ഈസ് ആൻ ഒപ്റ്റിമിസ്റ്റിക് അഷ്വറൻസ്, ഇതൊരു ശുഭാപ്തി വിശ്വാസമാണ്. ടു ദോസ് പീപ്പിൾ ഹു സ്റ്റാൻഡ് അപ്പ്, ഒരുമിച്ചുന്ന ജനങ്ങൾക്ക്, ഫോർ ദെയർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച, ആൻഡ് ഫോർ സിവിൽ റൈറ്റ്സ്, ആഭ്യന്തര യുദ്ധത്തിൽ ഒരുമിച്ച, ദാറ്റ് ദോ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മൈനോറിറ്റി നൗ ബട്ട് സൂൺ ദേ വിൽ ബി ദ വൺസ് റൂളിംഗ് ആൻഡ് മേക്കിംഗ് ചേഞ്ച്. വല്ലാത്ത വർത്താനം പറഞ്ഞു. ഇന്ന് മൈനോറിറ്റി ഉള്ളവർ ടുമോറോ മെജോറിറ്റി ആവും. കണ്ടോ എന്താ പറഞ്ഞത്? ഇന്ന് കറുത്ത വർഗ്ഗക്കാർക്കെതിരെ നിങ്ങൾ എന്ത് കഠാരകൾ പ്രയോഗിച്ചാലും, എന്ത് അനീതികൾ ചെയ്താലും,
ഇന്നത്തെ പരാജയി നാളത്തെ വിജയിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ഞങ്ങളുടെ കറുത്ത വർഗ്ഗക്കാരുടെയും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെയും ഫ്രീഡം, ആ ഫ്രീഡം നിങ്ങൾ വകവെച്ച് കൊടുക്കണം. അമേരിക്കയിലെ വൈറ്റ്സേ വെള്ളക്കാര എന്ന് ഉച്ചത്തിൽ ശബ്ദം ഘോഷിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? യുണൈറ്റഡായ ജനങ്ങൾക്ക്, ഒരുമിച്ച് നിന്ന ജനങ്ങൾക്ക് ഇതെന്താണ്? ഒരു ഓപ്റ്റിമിസ്റ്റിക് അഷ്വറൻസ് ആണ്. ഇതൊരു ശുഭാപ്തി വിശ്വാസമാണ്. മനസ്സിലായില്ലേ? റൂളിംഗ് എന്ന് പറഞ്ഞാൽ ഭരണവർഗം കേട്ടാ. അപ്പോൾ മൈനോറിറ്റി ഉള്ളവർ, ബട്ട് സൂൺ ദേ വിൽ ബി ദ വൺ റൂളിംഗ് ആൻഡ് മേക്കിംഗ്. ഭരണവർഗമായി മാറും, ചേഞ്ച് ചെയ്യാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? നോക്കൂ അവസാനം എങ്ങനെയാണ് പറയുന്നത്. ഇതാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആന്തം. ഇതൊരു ഗാനമാണ്. ഇതൊരു ആന്തം, നാഷണൽ ആന്തം എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനം തന്നെ. അപ്പോൾ ഇതൊരു ഗാനമാണ് ഫോർ ദ ഒപ്രസ്ഡ് ഡൗൺ ട്രോഡൻ യങ് പീപ്പിൾ. അടിച്ചമർത്തപ്പെട്ട, ചവിട്ടിമെതിക്കപ്പെട്ട യങ് പീപ്പിൾ, ദാറ്റ് മീൻസ് യുവാക്കൾക്ക്. അപ്പോൾ ഒപ്രസ്ഡും സപ്രസ്ഡും ഡൗൺ ട്രോഡനുമായ യങ് പീപ്പിളിനുള്ള ഒരു ആന്തമാണ്, അവർക്കുള്ളൊരു പാട്ടാണ്. ആൻഡ് എ വാർണിംഗ് മാത്രമല്ല, ആൻഡ് എ വാർണിംഗ്, ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ടു ദ ഒപ്രസേഴ്സ്. അടിച്ചമർത്തിയ ആളുകൾ ഉണ്ടാവുമല്ലോ, ഒപ്രസേഴ്സ്, അടിച്ചമർത്തിയ ആളുകൾ, അവർക്കും, ആൻഡ് അബ്യൂസേഴ്സ്, ചീത്തയും നികൃഷ്ടവും കാപാലികരും എന്ന് വിളിക്കുന്ന ആളുകൾക്കും, അബ്യൂസേഴ്സിനും, ദാറ്റ് ദേ വിൽ ബി വിക്ടിംസ് ഓഫ് ദെയർ ഓൺ ആക്ഷൻസ്. തങ്ങളുടേതായ പ്രവർത്തികൾ കൊണ്ട് വിക്റ്റിമാക്കപ്പെട്ട, ദാറ്റ് മീൻസ് ഇരയാക്കപ്പെട്ട കറുത്ത വർഗ്ഗക്കാരുണ്ടല്ലോ, അവരടിച്ചമർത്തപ്പെട്ടവരാണ്. അപ്പോൾ അവർക്കുള്ള ഒരു പാട്ടുമാണ്, അടിച്ചമർത്തിയവർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് എന്ത്? ഈ കവിത. ഓക്കെ, എങ്കിൽ നമുക്ക് ഇനി കവിതയിലേക്കൊന്ന് കടക്കാം. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഞാൻ പറഞ്ഞത് വെറുതെ ആയോ? മനസ്സിലായിക്കണോ? ഓക്കെ, എങ്കിൽ നമുക്ക് ലെറ്റ് us enter to the poem. നമുക്ക് ഈ കവിതയിലേക്ക്, ഈ സോങ്, ഇതിലേക്ക് കടക്കാം. ഇത് അമേരിക്കയിൽ അന്ന് ഇയാൾ എഴുതിയപ്പോൾ അവിടെ ഗ്രോ ചെയ്ത ഇൻജസ്റ്റിസിനെതിരെയുള്ള ഒരു റിയാക്ഷൻ, ഒരു പ്രതികരണമായിരുന്നു. ഓക്കെ, കടക്കല്ലേ? വിത്ത് യുവർ കൺസെൻറ്റ്, നിങ്ങളുടെ സമ്മതത്തോടു കൂടി കവിതയിലേക്ക് കടക്കുന്നു. എല്ലാവരുടെ കൂടെ വായിക്കാം. കമോൺ. എന്താ കവിതൻ്റെ പേര്? എല്ലാവരും ഒന്ന് വായിച്ചാണ്. എന്താണ്? ഒന്നും കൂടി കമോൺ, ഉറക്കനെ കേൾക്കണില്ല. ഓക്കെ, ഗുഡ്. ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. മാറാൻ സമയമായിട്ടുണ്ട്, മാറ്റുവിൻ ചട്ടങ്ങളെ. റിട്ടൺ ബൈ ബോബ് ഡിലൻ. ഓക്കെ, ക്ലിയർ ആണോ? ഗുഡ്. എങ്കിൽ കവിത വായിക്കൂ, എൻ്റെ കൂടെ വായിക്കൂ. നമുക്ക് ഈ കവിതയിൽ 1, 2, 3, 4, 5 സ്റ്റാൻസ് ചെയ്യാനുള്ളത്. എത്ര സ്റ്റാൻസ്? കമോൺ, 5 സ്റ്റാൻസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാൻസ അല്ലെങ്കിൽ 1, 2 സ്റ്റാൻസ് എടുക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ. കമോൺ. Come gather round people wherever you roam, and admit that the waters around you have grown, and accept it that soon you will be drenched to the bone. If your time to you is worth saving, then you better start swimming, or you will sink like a stone, for the times they are a changing. അണ്ടാ, ഒരു പ്രാവശ്യം അത് വന്നു. ഇടയ്ക്കിടയ്ക്ക് ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് എന്ന് എക്കോ ചെയ്യുന്നു പറഞ്ഞല്ലോ. ഫസ്റ്റ് വന്നു കേട്ടോ. ഓരോ സ്റ്റാൻസയുടെയും അവസാനം ആ വാക്കുണ്ടാവും. അർത്ഥം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കൂലേ? കമോൺ, വരൂ മക്കളെ, വരൂ. പാട്ടാണ്. വരൂ, ഗ്യാദർ, ഗ്യാദർ. ഓരോരുത്തരായിട്ട് വരരുത്, ഒരുമിച്ച് വാ, ഒരുമിച്ച് കൂട്ടം കൂടി വാ. ദാറ്റ് മീൻസ് സ്റ്റാൻഡ് യുണൈറ്റഡ്, ഒരുമിച്ച് നിൽക്കൂ. റൗണ്ട് പീപ്പിൾ, റൗണ്ട് മീൻസ് അറൗണ്ട് പീപ്പിൾ. വെറെവർ യു റോം, എവിടേക്കാണ് നിങ്ങൾ റോം ചെയ്യുന്നത്? നിങ്ങൾ എവിടേക്കാണ് റോന്ത് ചുറ്റുന്നത്? നിങ്ങൾ അലഞ്ഞു തിരിയുന്നത് എവിടേക്കാണ് മക്കളെ? നിങ്ങൾ അലഞ്ഞു തിരിയരുത്. നിങ്ങൾ കം ഗ്യാദർ റൗണ്ട് പീപ്പിൾ, നിങ്ങൾ സ്റ്റാൻഡ് യുണൈറ്റഡ്, ഒരുമിച്ച് നിൽക്കൂ മക്കളെ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നവരോ? എന്തിനാ ഒരുമിച്ച് നിൽക്കുന്നത്? നോക്കൂ, നെക്സ്റ്റ് വരി നോക്കൂ. ആൻഡ് അഡ്മിറ്റ് ദാറ്റ് ദ വാട്ടേഴ്സ് അറൗണ്ട് യു ഹാവ് ഗ്രോൺ. മക്കളെ ഒരുമിച്ച് നിന്നോ. എന്നിട്ട് പറയാം, ആൻഡ് അഡ്മിറ്റ്, നിങ്ങൾ സമ്മതിക്കൂ, ദാറ്റ് ദ വാട്ടേഴ്സ്, വെള്ളം അറൗണ്ട് യു, നിങ്ങൾക്ക് ചുറ്റും ഹാവ് ഗ്രോൺ. ദാറ്റ് ഈസ് ദ വാട്ടർ ഈസ് ഗ്രോയിങ്. വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വെള്ളം ഇങ്ങനെ കൂടി വരികയാണ്. എന്താ പറഞ്ഞു ഇവിടെ? വെള്ളം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കവി? ദാറ്റ് മീൻസ് ദ ഗ്രോയിങ് ഇൻജസ്റ്റിസ് എഗെയിൻസ്റ്റ് ബ്ലാക്കിനെതിരെയുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന അനീതിയെയാണ് കവി ഉദ്ദേശിച്ചത്. ഇനി കവി പറഞ്ഞത് വെള്ളം എന്നാണ്.
നിങ്ങൾക്ക് ചുറ്റും വെള്ളം പൊന്തിക്കൊണ്ട് വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരിക കേട്ടോ. ദാറ്റ് മീൻസ് മനുഷ്യരെ നിങ്ങൾക്കെതിരെ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? അനീതി കൊണ്ട് നിങ്ങളെ മൂടുകയാണ്. അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കൂ എന്നാണ് പറയുന്നത്. മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായിക്കണോ? ഓക്കെ. ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ് ദാറ്റ് സൂൺ. ഒന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ഇറ്റ്, നിങ്ങൾ സ്വീകരിക്കുക, അംഗീകരിക്കണം. ദാറ്റ് സൂൺ യു വിൽ ബി ഡ്രഞ്ച്ഡ്. സൂൺ ദാറ്റ് മീൻസ് പെട്ടെന്ന് തന്നെ. യു വിൽ ബി ഡ്രഞ്ച്ഡ്, നിങ്ങൾ ഡ്രഞ്ച് ചെയ്യപ്പെടും. ടു ദ ബോൺ, ടു ദ ബോൺ, നിങ്ങളുടെ ബോൺ വരെ എല്ലടക്കം. ദാറ്റ് മീൻസ് എന്താ പറഞ്ഞത്? ഡ്രഞ്ച്ഡ് ടു ദ ബോൺ മീൻസ് കംപ്ലീറ്റ്ലി വെറ്റ് എന്നാ. കംപ്ലീറ്റ്ലി വെറ്റ്, നിങ്ങൾ ടോട്ടലി നനഞ്ഞു പോകട്ടോ, മുങ്ങിപ്പോകട്ടോ. എന്തൊരു വർത്താനാണ് പറഞ്ഞത് നോക്കൂ. വാട്ട് എ സേയിങ്, എന്തൊരു വർത്താനാണത്. നിങ്ങളെ ചുറ്റും വെള്ളം ഉയർന്നു കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ചുറ്റും ഗവൺമെൻറ് നിങ്ങളെ അനീതികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? അതുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യണേ, പ്രതികരിക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു വിൽ ബി ഡ്രഞ്ച്ഡ് ടു ദ ബോൺ, നിങ്ങൾ മൊത്തത്തിൽ നനഞ്ഞ് തിമിർത്ത് കുതിർന്ന് പോട്ടോ. അതിനു മുമ്പേ പ്രതികരിച്ചോ. പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ. ഇനി നെക്സ്റ്റ് വായിക്കൂ. നോക്കൂ, നെക്സ്റ്റ് വരി നോക്കൂ. ഇഫ് യുവർ ടൈം ടു യു. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ട്? യു ഹാവ് ടൈം ബിഫോർ യു. നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ഇഫ് യുവർ ടൈം ടു യു, സമയം നിങ്ങൾക്ക് ഇപ്പം ഉണ്ട്, നിങ്ങൾക്കുള്ളതാണ്. ഈസ് വർത്ത് സേവിങ്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സമയം നിങ്ങൾക്ക് ഇപ്പം ഉണ്ട്. ഈ സമയത്തിന് മുമ്പിൽ ഈ വെള്ളം ഇപ്പം മൂടി വരുന്നേ ഉള്ളൂ. അത് മുഴുവനായി നിങ്ങളെ മൂടുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തോ? പ്രതികരിച്ചോ. അപ്പം സമയമുണ്ട്, ഇപ്പം സമയമുണ്ട്. ഇനി വെയിറ്റ് ചെയ്യരുത്. ഇനി വെയിറ്റ് ചെയ്താൽ നിങ്ങൾ വെള്ളം കൊണ്ട് മൂടും. അതുകൊണ്ട് ഇപ്പം സമയമുണ്ട്, പ്രതികരിച്ചോ. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ യു ബെറ്റർ സ്റ്റാർട്ട് സ്വിമ്മിങ്. അതുകൊണ്ട് എന്ത് ചെയ്തോ? യു ബെറ്റർ സ്റ്റാർട്ട് സ്വിമ്മിങ്. നീ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തോ. സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യാറെന്താ? വെള്ളം മൂടി വരുമ്പോൾ ആ വെള്ളത്തിനെതിരെ നീന്തി കരപറ്റുക അല്ലേ? മനസ്സിലായില്ലേ? അതാണ് സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ വെള്ളം എന്താണ്? ബ്ലാക്സിനെതിരെയുള്ള ഇൻജസ്റ്റിസ്. ആ ഇൻജസ്റ്റിസിനെതിരെ നീന്താൻ തുടങ്ങാറിനാൽ അവർക്കെതിരെ പ്രതികരിച്ചോളി. എല്ലാവരും കൂടി പ്രതികരിച്ചോളി എന്നർത്ഥം. മനസ്സിലായോ? ദെൻ യു ബെറ്റർ, നിങ്ങൾക്ക് നല്ലത്, സ്റ്റാർട്ട് സ്വിമ്മിങ്, സ്വിമ്മിങ് ആരംഭിച്ചോളൂ. ഓർ അല്ല, നിങ്ങൾ സ്വിമ്മിങ് ആരംഭിച്ചില്ല, ദാറ്റ് മീൻസ് നിങ്ങൾ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ ഇൻജസ്റ്റിസിനെതിരെ നിങ്ങൾ പോരാടിയില്ല എങ്കിൽ, ഓർ യു വിൽ സിങ്ക്, നിങ്ങൾ സിങ്ക് ഔട്ടോ. സിങ്ക് മുങ്ങിപ്പോവുക. സിങ്ക് ലൈക്ക് എ സ്റ്റോൺ, ഒരു കല്ല് വെള്ളത്തിലിട്ട എന്താവും? അതിങ്ങനെ മുങ്ങിപ്പോവും. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ഫെയിലിയർ, പൂർണ്ണമായി പരാജയപ്പെടും. യു വിൽ സിങ്ക് ലൈക്ക് എ സ്റ്റോൺ, അവിടെ ഒരു സിമിലിയാണ്. സ്റ്റോണിനെ പോലെ, കല്ലിനെ പോലെ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോട്ടോ. അതുകൊണ്ട് നീന്താൻ ആരംഭിച്ചോ. ദാറ്റ് മീൻസ് അനീതിക്കെതിരെ നിങ്ങൾ ശബ്ദിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ മുഴുവനായി പരാജയപ്പെട്ടോ. ഇപ്പോൾ പകുതി അനീതിയായിട്ടുള്ളൂ, ഇനി മുഴുവൻ അനീതിയും നിങ്ങളുടെ മുകളിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ശബ്ദിച്ചോളൂ. മനസ്സിലായല്ലോ? ഓക്കെ. ഫോർ ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. കണ്ടോ? ഫോർ ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്, അവർക്ക് മാറാൻ സമയമായിട്ടുണ്ട്. നമ്മൾ അവരെ മാറ്റും. ആരെ? ഈ റൂളിംഗ് ക്ലാസ്സിനെ, ദാറ്റ് മീൻസ് ഭരണവർഗത്തെ നമ്മൾ മാറ്റുക തന്നെ ചെയ്യും. അവിടെ നമ്മൾ ഒരാൾ കയറിയിരിക്കും. ആ കാലം വരും. ഐ ഹാവ് എ ഡ്രീം അല്ലേ? യെസ്. അപ്പോൾ അതിനോട് ഉപകരിക്കുന്ന ഒരു പോയമാണിത്. ഫസ്റ്റ് സ്റ്റാൻസ മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സിലായിക്കണം? ഫസ്റ്റ് സ്റ്റാൻസ മനസ്സിലാക്കണം മക്കളെ. ഇതെന്താ പറയുന്നത്? ഇതിലെന്താ പറയുന്നത്? അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലാക്കിന് എതിരെ ഉള്ള അനീതികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ യുണൈറ്റഡ് സ്റ്റാൻഡ്, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ബോബ് ഡിലൻ ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ ആരെ വിളിക്കുന്നത്? പിന്നെ കോമൺ പീപ്പിൾ, സാധാരണക്കാരായ ജനങ്ങളെ വിളിക്കുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്. ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? കോമൺ പീപ്പിൾ ടാ, സാധാരണക്കാരായ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിളിക്കണം. വരുവാണ്. ഇനി വേറെ ചില ആളുകളെയും കൂടി വിളിക്കുന്നുണ്ട്. ആരായിരിക്കും ആ ആളുകൾ? എന്താണ് അവരോട് പറയാനുള്ളത്? വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റാൻസ മാത്രമേ എടുത്തിട്ടുള്ളൂ, നന്നായി ശ്രദ്ധിക്കണം. ബാക്കി സ്റ്റാൻസ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.